താങ്കളിലേക്ക് ശ്രീ രാഹുൽ ഈശ്വർ ജോലി ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ഇവരുടെ ബ്രഹ്മചര്യം നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ സ്ത്രീകൾക്കാണോ? അതുകൊണ്ടാണോ അവർ ഒഴിഞ്ഞു നിൽക്കണം എന്ന് ഈ ബ്രഹ്മചാരികൾ ആവശ്യപ്പെടുന്നത്? നികേഷ് സാർ, നമ്മുടെ സന്യാസി വര്യന്മാർ പ്ലെയിനിലല്ലേ വരുന്നത്? പ്ലെയിനിൽ എയർ ഹോസ്റ്റസ് കാണില്ലേ? ഏത് സന്യാസിയാണ് അവരോട് ഇത് പറഞ്ഞത്? ഞാൻ സ്വാമിനാരായണ സെക്ടറിന്റെ പലരെയും വിളിച്ചു ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ചടങ്ങ്? അവരുടെ ഔദ്യോഗിക ഗുജറാത്തിലും ഡൽഹിയിലും ഉണ്ട്. രണ്ടുപേരെയും വിളിച്ചു. ആരാ ഇങ്ങനെ പറഞ്ഞത് 3 നിരയിൽ നിഴൽ വിടാൻ പാടില്ല എന്ന്? അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കി ഒരു ഇരവാദം ഉണ്ടാക്കുകയാണ്. ഇത് രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യുകയാണ്. എന്നാൽ ഒന്നുകൂടെ കടത്തി അങ്ങ് പറഞ്ഞാൽ മതി, മോദി വന്നുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചതെന്ന്. അത് തന്നെയാണ് പറയുന്നതിന്റെ ധ്വനിയും. ഇടതുപക്ഷ രാഷ്ട്രീയം കൺസോളിഡേറ്റ് ചെയ്യാൻ ഇരവാദം ഉണ്ടാക്കി സ്ത്രീകളെയും ബാക്കിയുള്ളവരെയും ജാതി മത പുനരുദ്ധാരണം കൊണ്ട് വരുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. വിവർത്തകർക്ക് സ്ഥാനം കിട്ടുന്നില്ല, വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം അവിടെ ശ്രീദേവിയെ വിളിക്കണമായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആ രീതിയിൽ അവരെ ആദരിക്കണമെന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ഈ വിഷയത്തെ അതിവിദഗ്ധമായി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വളരെ ചീപ്പായി ഉപയോഗിക്കുകയാണെന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. വിവർത്തകരുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല, മറുഭാഗം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. തികച്ചും ഏകപക്ഷീയമായി സാംസ്കാരിക ഫാസിസം എന്ന് ഇവർ തന്നെ എഴുതി ഉണ്ടാക്കിയ മുദ്രാവാക്യത്തിനെതിരെ നിഴൽയുദ്ധം നടത്തുകയാണ്. ഇതിനെയാണ് ക്രിയേറ്റിംഗ് ആൻ എനിമി എന്ന് പറയുന്നത്. ഇതാണ് ഇസ്രായേലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും എതിർപക്ഷത്ത് ആരെങ്കിലും വേണം, എപ്പോഴും ശത്രുക്കൾ ആരെങ്കിലും വേണം. അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ? ഇവർ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിൽ എയർ ഹോസ്റ്റസ് അല്ലേ? ഇവർക്ക് വേണ്ടി മാത്രം ആണുങ്ങളെ കൊണ്ടുവരുമോ? അപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ അവർ ഉണ്ടായി കാണണം. ഇവർക്ക് ഇത്ര ദൂരം വേണം, അവരുടേതായ ആചാര പദ്ധതികൾ കാണും. നമ്മുടെ ശബരിമലയിലില്ലേ ആറ്റുകാല സ്ത്രീകൾ മാത്രമല്ലേ പൊങ്കാല ഇടാറുള്ളൂ? അത് പുരുഷവിരുദ്ധമാണെന്നും നമ്മൾ പറയാറില്ലല്ലോ. മനഃപൂർവ്വം ചില പ്രിസംസ് ഉണ്ടാക്കി, ചില കണ്ണാടികളും കാഴ്ചപ്പാടുകളും ഉണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന വളരെ തരംതാണ ഒരു നിലപാടാണ്. രാഹുൽ ഈശ്വറിനെ പോലെ ഈ മത പുനരുദ്ധാരണത്തിനും ദുരാചാരങ്ങൾ കേരളത്തിൽ തിരിച്ചുകൊണ്ടുവരാനും വേണ്ടി മീഡിയയിൽ സംസാരിക്കുകയും ഒരേ സമയം ആർഷഭാരത സംസ്കാരത്തെ പറ്റി സംസാരിക്കുകയും അതേസമയം തന്നെ ആഭാസകരമായ ടെലിവിഷൻ പ്രോഗ്രാമുകളുടെ പങ്കാളികളാവുകയും ഒക്കെ ചെയ്യുന്നവരുടെ ആത്മവഞ്ചനയും ജനവഞ്ചനയും ഒരുപോലെ ചെയ്യുന്ന ഒരാളുടെ വാക്കുകൾ. പക്ഷേ രാഹുൽ ഈശ്വറിനെ പോലുള്ള മനുഷ്യവിരുദ്ധരും സ്ത്രീ വിരുദ്ധരുമായിട്ടുള്ള ആളുകളുടെ ഇടപെടൽ ഇതിലുണ്ട് എന്ന് ജോണിയുടെയും രാഹുൽ ഈശ്വറിന്റെയും പ്രസ്താവനകൾ കൂട്ടി വായിക്കുമ്പോൾ ഈ ഗൂഢാലോചന കേരളത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. നികേഷ് സാർ, 2 കാര്യങ്ങൾ. ഇത് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് എവിടെയും നടക്കരുത്. അവരുടെ എല്ലാ ആചാരങ്ങളെയും ബഹുമാനിക്കണം. പക്ഷേ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഉന്നത സ്ഥാനം തന്നെ കൊടുക്കണം. ഇപ്പം തന്നെ അവരുടെ വാക്കുകൾ കേൾക്കൂ. പെട്ടെന്ന് ആഭാസകരമായ പരിപാടിയായി സദാചാര പോലീസ് വെളിയിൽ വന്നു. ഇത്രയും പുരോഗമനം ഇവർക്കുള്ളൂ. വ്യക്തിപരമായി ആക്രമിച്ച് സദാചാര പോലീസ് ചമയുന്ന ഇവരാണോ പുരോഗമനത്തിന്റെ ആൾക്കാർ? സാറിന് അറിയാം, ക്ഷമ പറഞ്ഞ് സാംസ്കാരിക കേരളത്തോട് മാപ്പ് പറയണം. സാറല്ല കണ്ടോ, വേറൊരാൾക്ക് സംസാരിക്കാൻ അനുവദിക്കുന്ന പോലുമില്ല. ഇതല്ലേ സാംസ്കാരിക ഫാസിസം? അദ്ദേഹം പറയുന്ന എല്ലാ വാദതകളും ക്ഷമയോടെ ഞാൻ കേട്ടിരുന്നു. ഞാൻ പറയുന്നത് സാംസ്കാരിക ഫാസിസം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ശ്രീദേവിയുടെ വിവർത്തകരുടെ പ്രശ്നം നിൽക്കുമ്പോൾ തന്നെ ഉയർത്തി ഇല്ലാത്തൊരു വിവാദം ഉണ്ടാക്കി സ്വാമി നാരായൺ പോലെ ലോകാരാധ്യമായ ഒരു സെക്ടിനെ കരിവാരി തേച്ചതിനും കറണ്ട് ബുക്സ് പോലെ ആദരിക്കപ്പെടുന്ന ഒരു പ്രസിദ്ധീകരണത്തെ കരിവാരി തേച്ചതിനും ഇവർ മാപ്പ് പറയുകയാണ്. ഇവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവർക്ക് അന്ധമായ വ്യക്തിവിദ്വേഷവും ഇനിയും ഒരു പടി കൂടെ കടന്നു പറഞ്ഞാലും കുഴപ്പമില്ല. ഈ ഗൂഢാലോചന നരേന്ദ്രമോദിയും മോഹൻ ഭഗവതും കൂടെ നടത്തിയതാണ്, അദ്ദേഹം US നിന്ന് ചെയ്തതാണെന്ന് പറഞ്ഞാലും ഈ നാട്ടിലെ ആൾക്കാർക്ക് നിങ്ങളുടെ ഈ ഗൂഢാലോചന സിദ്ധാന്തം ഗൗരവമായിട്ട് എടുക്കില്ല. അപ്പം മനസ്സിലാക്കേണ്ടത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടണം, സ്ത്രീ ശാക്തീകരണം വേണം. പക്ഷേ രാഷ്ട്രീയപരമായി സ്ത്രീകളെ ഉപയോഗിക്കരുത്. മാഡത്തിന്റെ പ്രശ്നത്തെ ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയമായി ഒരു ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ സ്ത്രീകളെ ഉപയോഗിക്കുന്ന മറ്റൊരു രീതി തന്നെയല്ലേ? കമ്പോളവും ഉപഭോഗ സംസ്കാരം പോലെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യത്തിനായി ഒരു സ്ത്രീ വിഷയത്തെ പർവ്വതീകരിച്ച് കാണിച്ചു മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുക. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇനിയും 2, സംസ്കാരം എന്ന് പറഞ്ഞാൽ തെറ്റ് പറ്റിപ്പോയാൽ ക്ഷമ ചോദിക്കാം എന്നുള്ളതാണ്. ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചവർ നമ്മുടെ DFAയിലെയും AFAയിലെയും നല്ല കുട്ടികൾ, നല്ല ഊർജ്ജസ്വലരായ കുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ഈ സമരത്തിന് പോയവരാണ്. നാളെ ഒരു യഥാർത്ഥ സ്ത്രീ വിഷയം ഉണ്ടായാൽ അവർ വീണ്ടും സമരത്തിന് ഇറങ്ങുമോ? സ്ത്രീ വിഷയങ്ങൾ ഉയർത്തിയാൽ അവർക്ക് സംശയം തോന്നില്ലേ? അതുകൊണ്ട് ഈ വിഷയത്തിൽ ക്ലാരിറ്റി വരുത്താൻ ഇത് അനാവശ്യമായി റേസ് ചെയ്തവർ മാപ്പ് പറയുകയും നമ്മുടെ ആവശ്യമില്ലാതെ യുവജന സംഘടനകളുടെ ഇത്രയും ഊർജ്ജവും അവരുടെ കഴിവും ദുർവിനിയോഗം ചെയ്തവർ ക്ഷമ പറയുകയും വേണം.